ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ശ്രുതി മലേഷ്യക്കാരി അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് ഒരു അച്ഛനും അമ്മയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അവര് ആരാണെന്നോ ശ്രുതിയുടെ മലേഷ്യ കളത്തരം പൊളിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം കേട്ടോ. ഡീറ്റെയിൽ റിവ്യൂലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സച്ചി ഒരു ദിവസം ഒരു അമ്മയും അതുപോലെ അച്ഛനും കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്, രണ്ടുപേരുമായിട്ട് ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവര് മലേഷ്യയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അവർ രണ്ടുപേരും നാട്ടിലേക്ക് വന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇന്ത്യ മൊത്തം കറങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അവർ വന്നത്. നോർത്ത് ഇന്ത്യ ഒക്കെ കറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് അവർ കേരളത്തിലേക്ക് എത്തിയെന്നൊക്കെ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്. അത് കേട്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ സർ നല്ല കാര്യം, ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ അധ്വാനിക്കുകയും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എന്നൊക്കെ പറയുവാണ്. അതിനുശേഷം സച്ചി ചോദിക്കുന്നത് മലേഷ്യയിലൊക്കെ ജീവിക്കണമെങ്കിൽ ഒരുപാട് കാശൊക്കെ വേണ്ടി വരുമല്ലേ എന്നാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല, ചെറിയ ചെറിയ ജോലി ചെയ്തിട്ടും അവിടെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്റെ അച്ഛനൊക്കെ അവിടെ ചെറിയ ചെറിയ ജോലി ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ആളാണ്, അങ്ങനെ മുന്നേറി വന്ന ഒരാളാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. നമ്മള് നേർമയോടുകൂടി അധ്വാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല നിലയിൽ എത്താൻ വേണ്ടി പറ്റുന്നൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എന്റെ അച്ഛനും ഇത് തന്നെയാണ് എപ്പോഴും പറയാം. നേർമയുണ്ടായാൽ മതി, നമുക്ക് ജീവിതത്തിൽ വലിയ ആളായിട്ട് വരാൻ വേണ്ടി പറ്റും. ആ ഒരു വിശ്വാസത്തിലാണ് ഞാനും ജീവിക്കുന്നതെന്ന് സച്ചി. തുടർന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, ഇത് വാടക കാറാണോ എന്ന്. അല്ല സർ, ഇത് എന്റെ സ്വന്തം കാറാണ്, എനിക്ക് 2 കാറുണ്ട്, ഞാൻ ഡ്യൂ കെട്ടിക്കൊണ്ടിരിക്കുകയെന്ന് പറയാണേ. അതിനിടയ്ക്ക് ആ അമ്മയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണം, ഇന്ന് ഇദ്ദേഹത്തിന്റെ 60ാം പിറന്നാളാണെന്ന് പറയുന്നുണ്ട്. അതേ സച്ചി, ഇന്ന് എനിക്ക് 60ാം പിറന്നാളാണ്. കേട്ട ഉടനെ തന്നെ സച്ചി ആശംസകളൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേർക്കും. ഇവിടെ അടുത്ത് സച്ചി എവിടെയെങ്കിലും അമ്പലം ഉണ്ടോന്ന് ചോദിക്കുവാണ്. ആ സർ, ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, നമ്മുടെ രേവതിയുടെ അമ്മ കച്ചവടം ചെയ്യുന്ന ആ അമ്പലം ഉണ്ടല്ലോ, അവിടേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. തന്റെ അമ്മയമ്മ അവിടെ പൂക്കച്ചവടം ചെയ്യുന്നതെന്നും തന്റെ ഭാര്യയ്ക്ക് പൂക്കച്ചവടാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് നമുക്ക് നല്ലൊരു പൂജ തന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും കൂട്ടിയിട്ട് നേരെ അമ്പലത്തിലേക്ക് ചെല്ലുവാണ്. അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ രേവതിയെ വിളിക്കുന്നുണ്ട്. രേവതിയെ വിളിച്ചു നോക്കുമ്പോൾ അമ്മയുടെ ആ അമ്പലത്തിന്റെ അവിടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം പറയാണ്. എന്തായാലും നല്ല കാര്യം. സച്ചിയുടെ കാറിൽ ഇന്ന് മലേഷ്യക്കാർ വന്നിട്ടുണ്ട്, അവർക്ക് ഇന്ന് 60ാം പിറന്നാളാണ്, അമ്പലത്തിൽ പ്രത്യേകമായിട്ട് പൂജ ചെയ്യണമെന്ന് പറയാണ്. പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ രേവതിയുടെ അടുത്ത് ഒരുക്കി വെക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടാണ് സച്ചി അവരെയും കൂട്ടിയിട്ട് അമ്പലത്തിലേക്ക് ചെല്ലുന്നത്. അമ്പലത്തിലെ എല്ലാവരും ഞങ്ങൾക്കറിയാം, നിങ്ങൾ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ വേണ്ട കാര്യങ്ങളെല്ലാം റെഡി ആയിരിക്കും. സച്ചിയുടെ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ എവിടെ പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. സാർ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട, സിറ്റിയിലെ എല്ലാ ഇടങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം, സാറിന് എവിടേക്ക് പോകണ്ടെന്നുള്ള കാര്യം പറഞ്ഞാൽ മാത്രം മതി, ഞാൻ അവിടേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. സച്ചിക്ക് സിറ്റിക്കകത്ത് അറിയുന്ന എല്ലാ അമ്പലങ്ങളുടെ പേരും അദ്ദേഹത്തിനടുത്ത് പറയുന്നുണ്ട്. എല്ലാം അറിയാലോ എന്നുള്ള കാര്യം അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി ചോദിക്കുമ്പോൾ, സർ എല്ലാം എനിക്കറിയാം, എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട്, നിങ്ങൾക്ക് എവിടെയാ പോകണ്ടെന്നുള്ള കാര്യം പറഞ്ഞാൽ മതി, അവിടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോയിക്കോളാം. ഇപ്പൊ സച്ചി എന്തായാലും അങ്ങോട്ടൊന്നും പോവണ്ട, ഞങ്ങള് ഇനിയൊരു തവണ വരുന്ന സമയത്ത് നിന്നെ വിളിക്കാം എന്ന് പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് അവര് വണ്ടി അമ്പലത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാണ്. അതേസമയം ശരത്താണെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് അമ്മയുടെ കയ്യിൽ ചാവി കൊണ്ടുപോയി കൊടുത്തിട്ട് പോവാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് രേവതിയുടെ വണ്ടി അവിടെ കാണുന്നത്. ചേച്ചിയുടെ വണ്ടി ഇവിടെ ഉണ്ടല്ലോ, ചേച്ചി ഇവിടെ പോയി സച്ചി വിളിച്ചിട്ട് ആർക്കോ പൂജ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പലത്തിനുള്ളിലേക്ക് കയറിയതാണ് രേവതി എന്ന് അമ്മ ശരത്തിനെ അറിയിക്കുവാണ്. അങ്ങനെ ആ വയസ്സായ അമ്മയും അച്ഛനെയും കൊണ്ടിട്ട് നമ്മുടെ രേവതിക്ക് അരികിലേക്ക് ചെല്ലുവാണ്. ലക്ഷ്മിയും ദേവും ശരത്തും എല്ലാവരും അമ്പലത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. അവർക്കും എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. രേവതിയുടെ അടുത്ത് ആ അമ്മയാണെങ്കിൽ സച്ചിയെ കുറിച്ചിട്ടാണ് കേട്ടോ ആദ്യം പറയുന്നത്. നീ ഭാഗ്യം ചെയ്തവളാണ്, ഇതുപോലത്തെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയില്ലേ നിനക്ക്. കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ചപ്പോഴേക്ക് തന്നെ ഞങ്ങൾക്ക് അവന് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് രേവതിയും പറയുന്നുണ്ട്, സച്ചേട്ടനുമായിട്ട് കുറച്ചു നേരം സംസാരിച്ച എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന്. മതി, നിങ്ങൾ എന്തിനാ എന്നെ വെറുതെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് അമ്പലത്തിനുള്ളിലേക്ക് കയറാം, എല്ലാം റെഡിയല്ലേ എന്ന് രേവതി എടുത്ത് ചോദിക്കുമ്പോൾ ആ റെഡിയാണെന്ന് രേവതിയും പറയുന്നുണ്ട്. രേവതി ആദ്യം തന്നെ ദേവുവിന്റെ അടുത്ത് പോയിട്ട് മാല എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. മാല അവരുടെ കയ്യിൽ കാണുമ്പോൾ എത്ര രൂപയാന്നുള്ള കാര്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും വേണ്ട, നല്ലൊരു ദിവസമായിട്ട് എന്റെ മോനെയും അതുപോലെ തന്നെ മോളെയും കുറിച്ചിട്ട് നല്ല കാര്യം പറഞ്ഞല്ലോ, അത് തന്നെ മതിയെന്നാണ് ലക്ഷ്മി അതിന് മറുപടി കൊടുക്കുന്നത്. അതിനുശേഷം സച്ചിയും രേവതിയും തന്നെ അവരെ കൂട്ടിയിട്ട് അമ്പലത്തിനുള്ളിലേക്ക് ചെല്ലുവാണേ. ഉള്ളിൽ ചെന്നിട്ട് സച്ചി രേവതിയും കൂടി ചേർന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അർച്ചനയും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സച്ചിയുടെ അടുത്ത് ഒരുപാട് സന്തോഷമായി. ഞങ്ങള് സിമ്പിൾ ആയിട്ടൊരു പൂജ ചെയ്യാനാണ് വിചാരിച്ചത്, എന്നാൽ നിങ്ങളതൊരു വലിയൊരു ആഘോഷമായിട്ട് തന്നെ മാറ്റി. സ്വന്തക്കാരുടെയും ബന്ധുക്കാരുടെയും കൂടെ ഞങ്ങള് വലിയൊരു കാര്യം ചെയ്തതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയെന്നുള്ള കാര്യം ആ അമ്മ പറഞ്ഞത് കേൾക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. ഞങ്ങളുടെ അമ്മ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ
അനുഗ്രഹം മാത്രം മതി ഞങ്ങൾക്ക് എന്ന് സച്ചി തിരിച്ചും പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഏത് സമയത്തും ഇതുപോലെ സന്തോഷമായിട്ട് ഇരിക്കണം എന്നുള്ള കാര്യമൊക്കെയാണ് ആ അച്ഛനും അമ്മയും പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം അവർ രണ്ടുപേരും അമ്പലം വലം വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അവർ രണ്ടും അങ്ങ് പോയി കഴിയുന്ന സമയത്ത് രേവതിയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും മുഖത്ത് സന്തോഷം കണ്ട സച്ചിയേട്ടാന്ന് ചോദിക്കുകയാണേ, നമ്മുടെ നാട്ടിലേക്ക് വന്നതല്ലേ, അതുകൊണ്ട് നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണ്ടേ. അതിനുശേഷം സച്ചി ഭക്ഷണം കഴിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇനി ഭക്ഷണം കഴിക്കണം. രേവതി, എനിക്കൊരു കാര്യം തോന്നുന്നു, രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോയിട്ട് നമുക്ക് വീട്ടില് ഫുഡ് കൊടുത്താലോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുകയാണേ. അത് കേൾക്കുമ്പോൾ രേവതി ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം അവര് വരുമോ, അത് മാത്രമല്ലല്ലോ, ചന്ദ്രമതിക്കാണെങ്കിൽ ഇവരാരെങ്കിലും കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അവരുടെ തല കയറിയിട്ട് ഡാൻസ് കളിക്കലാണല്ലോ പരിപാടി. അതിനൊരു ഓപ്ഷൻ പറയുന്നത് അച്ഛനെ വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം, അപ്പോ അച്ഛൻ വേണ്ടെന്നുള്ള കാര്യം ഒരിക്കലും പറയില്ലല്ലോ. ഇവരെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് സച്ചി ഏൽക്കുന്നുണ്ട്. അതിന് ഓക്കെ പറയാനിട്ട് രേവതി. എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അതുപോലെ തന്നെ ഇവര് മലേഷ്യയിൽ നിന്ന് വന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചല്ലേ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അന്വേഷിക്കുകയും ചെയ്യാലോ എന്ന് രേവതിയാണ് കേട്ടോ അങ്ങോട്ട് പറയുന്നത്. ആ കാര്യത്തെ കുറിച്ചിട്ടൊന്നും സച്ചിക്ക് അങ്ങോട്ട് കത്തിയിട്ടുണ്ടായിരുന്നില്ല. രേവതി പറഞ്ഞത് കേൾക്കുമ്പോ കറക്റ്റ് ആണല്ലേ രേവതി, അങ്ങനെ ഒരു പോയിന്റും കൂടി ഉണ്ടല്ലോ. അവര് എന്റെ അടുത്ത് മലേഷ്യയെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പക്ഷെ എനിക്കൊരിക്കലും പൗഡർ എടുത്ത് ഓർമ്മ വന്നില്ല. നീ എന്തായാലും രേവതി കറക്റ്റ് ആയിട്ടാണ് ചിന്തിച്ചത്. എന്തായാലും നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാന്നിങ്ങനെ സച്ചിയും പറയുന്നുണ്ട്. ചോണ്ടിരിക്കുന്ന സമയമാകുമ്പോഴേക്കും അവർ പ്രദക്ഷിണ വെച്ചിട്ട് ഇവരുടെ അരികിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വന്ന ഉടനെ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്നുള്ള കാര്യം. ഇല്ല എന്ന് അവരുടെ മറുപടി കേൾക്കുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ വീട്ടിലേക്ക് അവരെ ക്ഷണിക്കുവാണ് കേട്ടോ. അയ്യോ, നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവുന്നതാണ് അവർ പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾ വന്ന സന്തോഷം എന്ന് പറയുമ്പോൾ അവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. ഞങ്ങൾ ഉറപ്പായിട്ട് വരാം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സാർ നമുക്ക് പോവാം, നിങ്ങൾ വണ്ടിയിലേക്ക് കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് സച്ചി അവരെ അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. തുടർന്ന് രേവതിയുടെ അടുത്ത് ഇവർക്ക് 2-3 സ്ഥലത്തും കൂടി പോകാനുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ അവരെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് വരാം, നീ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വീട്ടിലാണ് കേട്ടോ കാണിക്കുന്നത്. രേവതി അവർക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ റെഡിയാക്കുവാണ്. പച്ചക്കറികളും കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വർഷ അവരുടെ അരികിൽ ചെന്ന് ഇരിക്കുന്നുണ്ട്. രേവതി ചേച്ചിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ജോലി ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ഞാനൊക്കെ ഒരു 2 മണിക്കൂർ അടുപ്പിച്ച് ഡബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ജ്യൂസ് കുടിക്കണം, റെസ്റ്റ് എടുക്കണം, അതിനുശേഷം ഡബ് ചെയ്യുള്ളൂ. എന്നാൽ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ജോലികളാ ചെയ്യുന്നത്, ചേച്ചിക്ക് എങ്ങനെ ടയർഡ് ആവാതെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതൊക്കെ ചോദിക്കുമ്പോൾ രേവതിയുടെ മുഖം ഒന്ന് വാടുന്നുണ്ട്. എന്നിട്ട് വർഷയുടെ അടുത്ത് ചോദിക്കുന്നത്, നിന്റെ വീട്ടിൽ ആരാണ് ജോലി ചെയ്യുന്നത് എന്നാണ്. എന്റെ വീട്ടില് മെയ്ഡാണ് ചെയ്യുന്നത്. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയല്ല, പുറത്ത് പോയിട്ട് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ ജോലി ചെയ്യണം, വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പോലത്തെ ആൾക്കാരാണ് ഈ ലോകത്ത് കൂടുതലെന്ന് പറയുമ്പോൾ വർഷയും സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അത് ശരിയാണ്, വർക്കിംഗ് ക്ലാസ്സിലുള്ള ആൾക്കാരാണ് ഇപ്പൊ കൂടുതൽ. രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്യണം. ചേച്ചി, ഞാൻ ഇതുപോലത്തെ കഷ്ടപ്പാടൊന്നും അറിയാതെയാണ് വളർന്നത്. എന്റെ അമ്മയാണെങ്കിൽ ചെറിയൊരു ജോലി പോലും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല. ഇത് കേട്ട് രേവതി പറയുന്നുണ്ട്, നീ നിന്റെ വീട്ടിൽ ഒരേ ഒരു മകളല്ലേ, അച്ഛനും അമ്മനും പ്രിയപ്പെട്ട പുത്രി, അങ്ങനത്തെ നീ ഒരിക്കലും ആ വീട്ടിൽ ജോലി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഈ വീട്ടിൽ ചേച്ചി തന്നെ എന്തിനാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്, ഒരു സെർവന്റിനെ വെച്ചൂടെ എന്ന് ചോദിക്കുമ്പോ, ഈ വീട്ടിൽ ഞാൻ വരുന്നതിന് മുമ്പ് ഒരു സെർവന്റ് ഉണ്ടായിരുന്നു. ആണോ ചേച്ചി? ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് കേട്ടിട്ടില്ലല്ലോ, ശ്രീകാന്തും എന്റെ അടുത്ത് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ലല്ലോ. അതിനുശേഷം എന്താ ചേച്ചി ഉണ്ടായത്? ഞാനിവിടെ വന്ന് പിറ്റേ ദിവസം തന്നെ അമ്മ ആ ജോലിക്കാരെ പറഞ്ഞു വിട്ടു. ആണോ, വേറൊരാളെ വെച്ചൂടായിരുന്നോ എന്ന് വർഷ ചോദിക്കുമ്പോ, അത് അമ്മ ഒരിക്കലും ചെയ്യില്ല. അതെന്തുകൊണ്ടാ ചേച്ചി? ശമ്പളം വാങ്ങാതെ ജോലി ചെയ്യാൻ വേണ്ടിട്ട് ഒരു ജോലിക്കാരിയായിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് രേവതി പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ വർഷയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. രേവതി ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അമ്മയ്ക്ക് ഞാനിവിടെ ഒരു ജോലിക്കാരിയാണല്ലോ ചേച്ചി, അങ്ങനെ വിചാരിച്ചാലും അത് തെറ്റ് തന്നെയാണ്. ചേച്ചി ഈ ഫാമിലിയിലെ ഒരാളാണ്. അത് മാത്രമല്ല, ചേച്ചിയാണെങ്കിൽ ഇവിടെ ചുമ്മാ ഇരിക്കുന്ന ആളൊന്നുമല്ലല്ലോ. ചേച്ചിയും ജോലി ചെയ്തും കൊണ്ട് ഈ വീട്ടിലേക്ക് ഒരു ഷെയർ കൊടുക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ചെന്നിട്ട് അമ്മയുടെ അടുത്ത് പറയാൻ വേണ്ടി പറ്റുമോ വർഷയെന്ന് ചോദിക്കാനുണ്ട് നമ്മുടെ രേവതി. ആന്റി, എന്റെ മുമ്പെന്ന് എങ്ങനെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ ചീത്ത പറയും. ഞാൻ എന്തായാലും ഒന്ന് പോയി ചോദിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് വർഷം കഴിഞ്ഞിട്ട് പോകുമ്പോഴേക്കും വർഷയെ പിടിച്ചു നിർത്തുവാണേ. നീ ഒന്ന് ചുമ്മാതിരിക്കും വർഷയെ, അമ്മ നിന്റെ അടുത്തൊന്നും പറയില്ല, പക്ഷെ ആ ദേഷ്യം കൂടി അമ്മ എന്റെ അടുത്ത് കാണിക്കും. ആദ്യം രേവതി ചേച്ചി ഈ രീതിയിൽ ചിന്തിക്കാനേ പാടില്ല. ഈ ഫാമിലിയിലെ ഒരാൾ തന്നെയല്ലേ രേവതി ചേച്ചിയും. ചേച്ചി ഞാൻ എന്റെ സ്വന്തം സിസ്റ്റർ പോലെ കാണുന്നെന്ന് വർഷ പറയുമ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് വർഷയുടെ അടുത്ത് തിരിച്ച് രേവതിയും പറയുന്നുണ്ട്, അത് എനിക്കറിയാലോ വർഷേ, അമ്മയ്ക്ക് ഇതുവരെ എന്നെ മരുമകളായിട്ട് അംഗീകരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഒരു ദിവസം അംഗീകരിക്കുമായിരിക്കും. എനിക്കും അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ ദേഷ്യമൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി തുടങ്ങുമ്പോഴേക്കും വർഷ കാണുന്നുണ്ട് ചന്ദ്രമതി വരുന്നത്. ആന്റി വാ ആന്റി എന്ന് പറയുകയാണേ. ചന്ദ്ര വന്ന് നോക്കുന്ന സമയത്ത് ഒരുപാട് പച്ചക്കറികളൊക്കെ അരിഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിക്കുന്നുണ്ട്. രേവതി ചേച്ചി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത്രയും പച്ചക്കറിയൊക്കെ എന്തിനാണ് മേടിച്ചോണ്ട് വന്നിരിക്കുന്നത്? ഇവിടെ വല്ല കല്യാണം നടക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? അത് സച്ചേട്ടൻ ഇന്ന് 2 പേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അവർക്കും കൂടി ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കുന്ന പറയണേ. ആരെ കൂട്ടിക്കൊണ്ട് വരുന്നു? നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് തോന്നിയ പോലെ അങ്ങ് ചെയ്യുവാണോ? എന്റെ അടുത്ത് ചോദിക്കൊന്നും വേണ്ടേ.
അവര് മലേഷ്യയിൽ നിന്ന് വന്നതാണ്, സച്ചിയേട്ടന്റെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയണേ. ഓഹോ, അപ്പൊ നിങ്ങൾ ട്രിപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് എന്റെ വീട്ടിലെ ഭക്ഷണമാണോ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ എന്ന് ചന്ദ്ര. ഇതെന്താ ഹോട്ടലാണോന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ വന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് കാര്യങ്ങൾ പറയാമെന്ന്. രേവതിയുടെ ആ മറുപടി കേൾക്കുമ്പോൾ വർഷയാണെങ്കിൽ അവിടുന്ന് ചിരിക്കുന്നുണ്ട്. ചന്ദ്ര എന്തോ പോലെ ആവുന്നുണ്ട്. സച്ചിനെ പറയുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് പേടിയാണല്ലോ. അങ്ങനെ വർഷിച്ചിരിക്കുന്നത് കാണുമ്പോഴും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഉടനെ തന്നെ അവനടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവൻ എന്നുമായിട്ട് അടിയുണ്ടാക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ തന്നെ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വേഗം എസ്കേപ്പ് ആയി അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര പോകുന്ന സമയത്ത് ചന്ദ്ര എന്താ ഇവിടെ ഭയങ്കര ബഹളം, അങ്ങ് റോഡ് വരെ കേൾക്കാലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് രവി അങ്ങോട്ട് കയറി വരുന്നത്. എല്ലാം നിങ്ങളുടെ മകൻ ഒറ്റൊരുത്തം കാരണമാണ്. അവൻ നമ്മളടുത്ത് ചോദിക്കാതെ വീട്ടിലേക്ക് ആരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു എന്ന് പറയുകയാണെ. അതൊന്നുമില്ല, അവൻ എന്റെ അടുത്ത് ചോദിച്ചതിന് ശേഷമാണ് എല്ലാം ചെയ്തതെന്ന് രവി പറയുന്നതോട് കൂടി ചന്ദ്ര വായ അടയ്ക്കുവാണ്. ഞാൻ ശരിയെന്ന് പറഞ്ഞത് കൊണ്ടാണ് അവൻ കൂട്ടിക്കൊണ്ടുവരുന്നത്. നിങ്ങൾ ശരിയെന്ന് പറഞ്ഞോ, പിന്നെ അല്ലാതെ അവര് പുറനാട്ടിൽ നിന്ന് വരുന്നവരാണ്, വയസ്സായിട്ടുള്ള ആൾക്കാരാണ്, അവരുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഭക്ഷണം കഴിപ്പിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇത് നോക്ക് ചന്ദ്രയെ, നമ്മൾ മാത്രം വീട്ടിലിരുന്ന് കഴിച്ചാൽ പോരാ, പുറത്തുനിന്ന് വരുന്ന ആൾക്കാരും കൂടി കഴിച്ചിട്ട് നല്ല വാക്കുകൾ പറഞ്ഞു പോയാലേ വീടിന് ഐശ്വര്യം വരുള്ളൂ. അപ്പൊ എന്താ ഇത്രയും കാലം നല്ല രീതിയിലല്ലേ പോയിക്കൊണ്ടിരുന്നത്, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് ചന്ദ്ര രേവതി ഒരു നോട്ടം നോക്കി അങ്ങ് പോവാണ്. കാരണം രേവതിയുടെ അടുത്ത് നല്ല ഡോസ് കിട്ടിയല്ലോ, അതുകൊണ്ട് മിണ്ടാതെ അങ്ങ് പോകുന്നുണ്ട്. പക്ഷെ രവിയാണെന്നുണ്ടെങ്കിൽ രേവതി നീ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കിയെന്ന് പറയണേ. ശരിയെന്ന് രേവതി മറുപടിയും കൊടുക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ സച്ചി അവരുമായിട്ട് കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീകാന്ത് ഉള്ളിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ശ്രീകാന്തിന്റെ അടുത്ത് ഇന്ന് ജോലി ഇല്ലട, നേരത്തെ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോ അല്ല അച്ഛാ ജോലിയുണ്ട്, ഇന്ന് രേവതി ചേച്ചി സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടുള്ള കാര്യം വർഷ വിളിച്ചു പറഞ്ഞു, അതുകൊണ്ട് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ വന്നെന്ന് പറഞ്ഞ് കേട്ട ഉടനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എടാ നീ ഹോട്ടലിലല്ലേ വർക്ക് ചെയ്യുന്നത്, അവിടെ കിട്ടാത്തതാണോ ഇവിടെ കിട്ടുന്നത്, എന്താണെങ്കിലും രേവതി ചേച്ചി ഉണ്ടാക്കുന്ന ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല അമ്മയെന്ന് പറയണേ. അത് അത്രയും ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അപ്പോഴേക്ക് സച്ചി അവരെയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ അച്ഛനെ പരിചയപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. രവിയാണ് ചന്ദ്രമതിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ചന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ, സച്ചി കൂട്ടിക്കൊണ്ടുവന്ന ആളാണല്ലോ, അതുകൊണ്ട് തന്നെ അത്ര വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. മട്ടിലൊക്കെ അവിടെ ഇങ്ങനെ അടുത്തിരിക്കുന്നുണ്ട്. അവര് ഇരുന്ന ഉടനെ തന്നെ പറയുന്നത് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ വീട്ടിലേക്ക് വന്നു എന്നുള്ള കാര്യം വിചാരിക്കരുത് എന്നാണ്. ഇത് കേട്ട രവിയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, സച്ചി പറഞ്ഞു നിങ്ങൾ പുറനാട്ടിൽ നിന്ന് വന്നതാണെന്ന്, നമ്മുടെ ഭാഷ അറിയുന്ന എല്ലാവരും നമുക്ക് സ്വന്തമായിട്ടുള്ള ആൾക്കാരാണല്ലോ. തുടർന്ന് അദ്ദേഹം രവിയുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ നല്ലൊരു മകനെയാണ് വളർത്തിയിരിക്കുന്നത്. സച്ചിയെ കുറിച്ചിട്ട് നല്ലത് പറഞ്ഞു കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് അത്രയും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ചന്ദ്രങ്ങ മുഖം തിരിച്ചിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ ശ്രീകാന്ത് ആണെങ്കിൽ സന്തോഷത്തിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഈ നാട്ടിലെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഒന്നും അറിയില്ലായിരുന്നു, നിങ്ങളുടെ മകനാണ് ഞങ്ങളെ എല്ലാം കൊണ്ടുപോയി കാണിച്ചത്. ശരിക്കും അവർക്ക് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാവുന്നതേ ഉള്ളൂ, പക്ഷേ നിങ്ങളുടെ മകനാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്. സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൂടെ നിന്ന് നിങ്ങളുടെ മക്കൾ ചെയ്തു കൊടുക്കില്ലേ, അതുപോലെ തന്നെ നിങ്ങളുടെ മകൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന് ചെയ്തു തന്നു. സച്ചിയെ പുകഴ്ത്തി പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ രവിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അതുമാത്രമല്ല ചന്ദ്രയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രയാണെങ്കിൽ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ മുഖം തിരിച്ചിരിക്കുവാണേ. ഉടനെ തന്നെ അവര് താളം എടുത്തോണ്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. രേവതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴാണ് രേവതി അങ്ങോട്ട് വരുന്നത്. അവരെ കണ്ട് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തട്ടെടുത്തോണ്ട് വരാൻ വേണ്ടിയിട്ട് രേവതിയുടെ അടുത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും വർഷ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടല്ലോ. ശ്രീകാന്തിനും അതുപോലെ തന്നെ വർഷയും പരിചയപ്പെടുത്തി കൊടുക്കുവാണ് അവർക്ക്. അപ്പോഴേക്കും നമ്മുടെ രേവതി ആണെങ്കിൽ തട്ടൊക്കെ എടുത്തിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. തട്ടിനകത്ത് പഴങ്ങളും അതുപോലെ സ്വീറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ചന്ദ്രയുടെ രവിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് രവി ചോദിക്കുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടല്ലേ വീട്ടിലേക്ക് വരുന്നത്, അതുമാത്രമല്ല നിങ്ങളുടെ 60ാം പിറന്നാളാന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ആശംസകളൊക്കെ അറിയിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ 3 മക്കളാന്നുള്ള കാര്യമല്ലേ സച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉടനെ തന്നെ സച്ചി സുധി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൻ കടയിലാണെന്ന് പറയാണ്. സർ അവൻ ഒരു പാത്രക്കട വെച്ചിട്ടുണ്ടെന്ന് സച്ചി പറയുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ. അത് ചന്ദ്ര ഹോം അപ്ലയൻസസ് ആണെന്ന് പറയണേ. എല്ലാം കണക്ക് തന്നെ. അതിനുശേഷം ശ്രീകാന്ത് ഷെഫ് ആണെന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. നിങ്ങൾ പുറനാട്ടിൽ നിന്ന് വന്നെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, ഏത് സ്ഥലത്ത് നിന്നുള്ള കാര്യത്തെക്കുറിച്ച് രവി ചോദിക്കുമ്പോഴാണ് അച്ഛാ അവര് നമ്മുടെ പൗഡർ എടുത്തിയുടെ നാടാണ്, മലേഷ്യ എന്നാണ് അവള് വന്നതെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്രയുടെ മുഖഭാവം അങ്ങ് മാറുവാണ്. പക്ഷേ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് നിൽക്കുന്ന ശ്രുതി അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നിൽക്കുവാണ്. പക്ഷേ മലേഷ്യ എന്നുള്ള കാര്യം കേൾക്കുമ്പോഴേക്കും അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. മലേഷ്യക്കാരെ കേട്ട ഉടനെ തന്നെ ചന്ദ്രയുടെ ഭാവമൊക്കെ അങ്ങ് മാറി കേട്ടോ. ഓ നിങ്ങളും മലേഷ്യ എന്നാണോ, എന്റെ മൂത്ത മരുമകളും മലേഷ്യ എന്ന് വന്നതാണ്, അപ്പോ നിങ്ങളെല്ലാരും സെയിം നാട്ടുകാരാണല്ലേ. എന്റെ മൂത്ത മരുമകള് മലേഷ്യക്കാരിയാണ്, അവര് വലിയ പണക്കാരിയാണ്, അവളുടെ അച്ഛനവിടെ വലിയ പണക്കാരനാണെന്നൊക്കെ പറയണേ. ഓ ആണോ, മലേഷ്യയിൽ എവിടെയാന്നുള്ള കാര്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ആകെ മൊത്തം ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ റൂമിൽ തന്നെ ഇരിക്കുവാണ്. മലേഷ്യ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഉരുണ്ട് കളിക്കുമ്പോൾ ഞങ്ങൾ മലേഷ്യയിലെ ക്ലാങ്ക് എന്ന് പറയുന്ന സിറ്റിയിലാണ്, അപ്പൊ നിങ്ങളുടെ മകള് എവിടെയായിരുന്നു എന്നുള്ള കാര്യം ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്. അവിടെ 2 കെട്ടിടം ഇല്ലേ വർഷ, അതിനെന്താ പറയാന്ന് ചോദിക്കുമ്പോഴേക്കും പെട്രോണസ് ടവർ ആണെന്നുള്ള കാര്യം വർഷ പറയുന്നുണ്ട്. ഓ കോലാലംപൂരാണല്ലേ, എനിക്ക് അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഓ ആണല്ലേ, ഞാൻ ഉടനെ തന്നെ എന്റെ മരുമകളെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതി എന്ന് പറഞ്ഞ് ഞാൻ താഴെ വിളിക്കണേ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിച്ച് ഇനി ഇപ്പൊ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിൽ ഞാൻ നിൽക്കുവാണ്. വിളിക്കുന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അവളുടെ
നാട്ടിൽ നിന്നുള്ള കാര്യം കേൾക്കുമ്പോൾ അവൾക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവും. അത് എത്രയായാലും നമ്മുടെ സ്വന്തം നാട്ടുകാരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണെന്നുള്ള രവിയും വീണ്ടും പറയുന്നുണ്ട്, ശ്രുതി വേഗം വാ എന്നൊക്കെ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ വേണ്ടി പറ്റില്ലല്ലോ, ഇതായിരുന്നു ഇവളുടെ ഗസ്റ്റ്. നേരത്തെ അറിയായിരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോവായിരുന്നു എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആയിട്ടെന്നൊക്കെയാണ് ശ്രുതി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രുതിയെ വിളിച്ചിട്ട് പുറത്തേക്ക് വരുന്നില്ലല്ലോ, ഇപ്പൊ വരുന്നൊക്കെ പറഞ്ഞിട്ട് അവരെങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ശ്രീകാന്തിന്റെ അടുത്താണെങ്കിൽ ഷെഫാണല്ലേ, നന്നായിട്ട് കുക്ക് ചെയ്യല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നെക്കാളും നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് രേവതി ചേച്ചിയാന്ന് പറയാണ് ശ്രീകാന്ത്. നിങ്ങൾ സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് വെച്ചിരിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഐഡിയാസ് ഉണ്ട്. മലേഷ്യയിലെ റെസ്റ്റോറൻറ്റ്സിനൊക്കെ നല്ല സ്കോപ്പ് ഉള്ളതാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഫ്യൂച്ചറിൽ എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് കാറ്ററിംഗ് കോഴ്സ് കഴിഞ്ഞ സമയത്ത് മലേഷ്യയിലെ റെസ്റ്റോറന്റിൽ ട്രെയിനിങ്ങിന് ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. എപ്പൊ നീ അതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ എന്തോ എനിക്ക് അപ്പൊ അതിങ്ങനെ പോകാനൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. തുടർന്ന് അദ്ദേഹം പറയുന്നത് അവിടെ റെസ്റ്റോറന്റിലൊക്കെ ഭയങ്കര സ്കോപ്പ് ഉള്ളതാണ്. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മലേഷ്യയിൽ തന്നെ റെസ്റ്റോറന്റ് ആരംഭിക്കാം. അവിടെ സാറിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർ അറിയുന്നതുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹവും പറയാണ്. കോലാലംപൂരിലാണെന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ റെസ്റ്റോറന്റ് ഉണ്ട് എന്നൊക്കെ പറയാണ്. കാരണം ശ്രുതിയുടെ അച്ഛൻ കോലാലംപൂരാണല്ലോ, അങ്ങനെയാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അടുത്ത് വരുന്നുണ്ട്. അപ്പോഴും ശ്രുതി പുറത്തേക്ക് ഇറങ്ങാതെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. ഐഡിയ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണല്ലോ അതിന് വേണ്ടിയിട്ടുള്ളത്. നേരം വാതിൽ തുറക്കാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ എന്തായിരിക്കും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വാ തുറന്നാലാണല്ലോ പ്രശ്നം, നമ്മൾ വാ തുറക്കാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കോട്ടൺ എടുത്തിട്ട് കവിളിൽ വെക്കുകയാണ്. കവിള് വീങ്ങിയതുപോലെ ശ്രുതി പുറത്തേക്ക് വന്ന ഉടനെ തന്നെ ഇത് മലേഷ്യയിൽ നിന്ന് വന്നാണ്, നിന്റെ അച്ഛനെയൊക്കെ അറിയുന്നുണ്ടാവും, നീ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന പറഞ്ഞിട്ട് വിടുന്നുണ്ട്. അതിനുശേഷം ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ചന്ദ്രൻ നോക്കുമ്പോഴാണ് കവിള് ഇങ്ങനെ വീങ്ങിയിരിക്കുന്നത്. ഇതെന്ത് പറ്റി ശ്രുതി, നിന്റെ കവിള് പെട്ടെന്ന് വീങ്ങിയിരിക്കുന്നത്, എന്താ പറ്റിയെന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. പല്ലുവേദന അന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ട്, അങ്ങനെ മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും പല്ലുവേദനയാണ്. പക്ഷെ ഇത്ര നേരം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. പക്ഷെ അച്ചിക്കും അതുപോലെ രേവതിക്കും കാര്യം മനസ്സിലാവാണ്, ഇവളെന്തോ ഉടായി പറക്കാണെന്ന്. ശ്രുതി, ഞാൻ നിന്നെ വിളിച്ചത് ഇവര് നിന്റെ അതേ നാടാണ്, മലേഷ്യയിൽ നിന്ന് വന്നതാണ്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്ക് ശ്രുതിയാണെങ്കിൽ ഭയങ്കര വേദനയാണെന്ന് ഡോക്ടറെ അടുത്ത് പോകണമെന്നൊക്കെ ആക്ഷൻ കാണിക്കുവാണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന അയാളും ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ അച്ഛൻ എവിടെയോ ബിസിനസ് ചെയ്യുന്നത്, എന്ത് ബിസിനസ് ആണെന്നൊക്കെ. റെസ്റ്റോറന്റ് ഹോട്ടൽ ബിസിനസ് ആണെന്നല്ലേ ചേച്ചി പറഞ്ഞെന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ആണോ എവിടെയാന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നു. ശ്രുതിക്കാണെങ്കിൽ മറുപടി ഒന്നും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര വേദന എന്നുള്ള മട്ടിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ശ്രുതിക്കാണെങ്കിൽ ഒന്നും സംസാരിക്കാൻ വേണ്ടി പറ്റില്ല, ഭയങ്കര വേദന എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നൈസായിട്ട് മുങ്ങാൻ വേണ്ടി നോക്കുവാണ്. പക്ഷേ രവി ശ്രുതിയുടെ അടുത്ത് നിൽക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് എങ്ങനെ തനിയെ പോകുന്നത്, നിങ്ങൾ ആരെങ്കിലും കൂടെ ചെല്ലാൻ വേണ്ടി പറയുന്നുണ്ട്. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും ഇത്രയും വേദനയിൽ എങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത്, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് വർഷ കൂടെ ചെല്ലുവാണേ. വർഷ റെഡിയാവാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടെങ്കിലും താൻ കൂടെ വരാമെന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. പക്ഷെ ശ്രുതിയാണെങ്കിൽ ജമ്മത്ത് സമ്മതിക്കുന്നില്ല കേട്ടോ. അതൊക്കെ ശ്രുതിയുടെ ആക്ഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ സച്ചി കറക്റ്റ് ആയിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വർഷ തന്നെ അവസാനം ശ്രുതിയുടെ കൂടെ പോവുകയാണെ. അങ്ങനെ അവര് പോയി കഴിഞ്ഞതിന് ശേഷം രേവതി പപ്പടമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സച്ചി അരികിൽ ചെന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കുകയാണെ. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, സച്ചിയേട്ടൻ എന്തിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്, നമ്മുടെ പൗഡർ എടുത്തിട്ട് ഡ്രാമയെ കുറിച്ച്. ഡ്രാമയോ? പല്ലുവേദന എങ്ങനെ രേവതി പെട്ടെന്ന് വരുന്നത്, അതെങ്ങനെ സച്ചിയേട്ടൻ എനിക്കറിയുന്നത്, ഞാൻ വല്ല ഡെന്റൽ ഡോക്ടറാണോ എന്ന് ചോദിക്കുകയാണെ. എന്താ രേവതി നിനക്ക് മുമ്പ് പല്ലുവേദന വന്നിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എന്റെ അച്ഛൻ കരിമ്പ് കട നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് കരിമ്പൊക്കെ കഴിക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ എന്റെ പല്ല് നല്ല സ്ട്രോങ് ആണ്. അല്ല രേവതി, നീ ഇതിനെ ഇപ്പൊ ടൂത്ത് പേസ്റ്റ് പരസ്യത്തിൽ പോലെ സംസാരിക്കുന്നത്? ആദ്യം സച്ചേട്ടൻ പറയാൻ വേണ്ടി വന്നത് എന്താണെന്ന് വെച്ചാൽ പറ എന്ന് രേവതി പറയാണ്. പല്ലുവേദന എന്ന് പറയുന്നത് ചെറുതായിട്ടാ വരുക. ആദ്യം പല്ലിന് ചെറിയൊരു പുളിപ്പ് പോലെയൊക്കെ തോന്നും, പിന്നെ ആകെ എഴുകിയ പോലെ തോന്നും, പിന്നെ അതിനകത്ത് എന്തെങ്കിലും പോയി വീഴും, അപ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. അങ്ങനെ മെല്ലെ പല്ലുവേദന വരുള്ളൂ. എന്തായാലും 2 ദിവസമെങ്കിലും മിനിമം എടുക്കും. ചില സംസാരം കേൾക്കുമ്പോൾ ഇപ്പൊ സച്ചേട്ടനാണ് പല്ല് ഡോക്ടറെ പോലെ സംസാരിക്കുന്നത്. രേവതി, ഞാൻ പറയുന്നൊന്നും നീ കേക്ക്. പല്ലുവേദന രേവതി അങ്ങനെ പെട്ടെന്നൊന്നും വരില്ല. പൗഡർ എടുത്താണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്, സ്വിച്ച് ഇട്ടതുപോലെ എങ്ങനെ പെട്ടെന്ന് പല്ലുവേദന വന്നത്? അതും സച്ചേട്ടൻ തന്നെ അങ്ങ് പറഞ്ഞു. മലേഷ്യയിൽ നിന്ന് അവര് വന്നപ്പോഴാണ് പെട്ടെന്ന് പല്ലുവേദന വന്നത്. അതും ഇവര് മലേഷ്യക്കാരിയാണ്, എന്റെ മരുമകള് മലേഷ്യക്കാരിയാണ്, സംസാരിക്കുക എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്താണ് പൗഡർ അടുത്തേക്ക് പല്ലുവേദന വന്നത്. അതിന്റെ അർത്ഥം എന്താണ്? എന്താ അർത്ഥം എന്ന് രേവതി തിരിച്ചു വെക്കുന്നുണ്ട്. അയ്യോ രേവതി, അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്നും അതുകൊണ്ട് അവരുമായിട്ട് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പല്ലുവേദന അഭിനയിച്ചത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ അവൾ എന്തോ കള്ളം മറിക്കുന്നുണ്ട് എന്ന്. സച്ചേട്ടൻ പറഞ്ഞതും സത്യം തന്നെയാണെന്ന് തോന്നുന്നത്. കാരണം ഞാന് പച്ചക്കറിയൊക്കെ അരിഞ്ഞോണ്ടിരിക്കുമ്പോൾ വർഷയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ശ്രുതി വന്നിട്ട് തേങ്ങാ കഷ്ണം എടുത്തിട്ട് കറുമുറന്ന് കടിച്ചുകൊണ്ട് തിന്നിട്ട് പോയി. സച്ചേട്ടൻ പറഞ്ഞതുപോലെ പല്ലുവേദന കുറച്ചെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾ എങ്ങനെ തേങ്ങ കടിച്ചു തിന്നുക? അത് തന്നെയാണ് രേവതി ഞാനും പറഞ്ഞത്. കത്തി കൊണ്ട് മുറിച്ചാലും നമുക്ക് തേങ്ങ പെട്ടെന്ന് പോയിന്നെടുക്കാൻ വേണ്ടി പറ്റില്ല. ഇത് പല്ലുകൊണ്ട് തന്നെ കടിച്ചിട്ടുണ്ടെന്നെങ്കിൽ പല്ലുവേദനയൊന്നുമില്ല, സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിക്കപ്പെടുന്നു വിചാരിച്ചിട്ട് നൈസായിട്ട് ഓടിക്കളഞ്ഞതാണ് അവള്. എങ്കിലും അവള് ഹോസ്പിറ്റലിലേക്ക് പോയത് ഒറ്റയ്ക്കല്ലല്ലോ, കൂടെ വർഷയുണ്ടല്ലോ. അവൾ ഒറ്റയ്ക്കാ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ടാബ്ലറ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ട് മരുന്ന് മേടിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. ഇപ്പൊ വർഷയും കൂടെ പോയില്ലേ? അത് ശരിയാ, വർഷ കുറച്ച് ബുദ്ധിയുള്ളവളാണ്, അവൾക്ക് നല്ല വിവരമുണ്ട്. സാധാരണ പോലെ തന്നെയാണെങ്കിൽ അവള് 100 ചോദ്യം ചോദിക്കും. ഇപ്പൊ ശ്രുതി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അത് പിടിച്ചെടുക്കും. എന്തായാലും അവർ വരട്ടെ, ബാക്കി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോവാണ്. ശ്രുതിയും കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോയ വർഷയാണ്
ആണെങ്കിൽ ശ്രുതിക്ക് ഒരു പല്ലിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, വേദനയുമില്ല. എന്നാൽ 2-3 പല്ല് പറപ്പിച്ചിട്ടാണ് വർഷ തിരികെ ശ്രുതിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക് യു.